ഹലോ ഗായ്സ്, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് ഒരു കാര്യം പറയാം ഗായ്സ്. ഞാനിപ്പോൾ ഒരു ട്രെയിലർ റിയാക്ഷൻ ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ എൻ്റെ അനിയൻ്റെ ചാനലിൽ ഒരു ട്രെയിലർ ഇട്ടിട്ടുണ്ട്. അത് ടോക്സിക്കിൻ്റെ മാർക്കോ വെർഷൻ. ഒന്ന് കണ്ടു നോക്കും. അത് അവൻ നല്ലതായിട്ട് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ലാസ്റ്റ് കൊടുക്കാം, എന്നിട്ട് കമന്റ് ബോക്സിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്തിട്ടേക്കാം. ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ ടോക്സിക്കിന്റെ മാർക്കോ വെർഷൻ ടീസർ എന്നെ അനിയന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കാണുക. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ കുറേ നാളായെന്ന് തോന്നുന്നു നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് പെട്ടെന്നൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചു. എന്ന് വെച്ചാൽ ഒരു ടീസർ വന്നിട്ടുണ്ട്. അതും വളരെ ടോക്സിക് ആയിട്ടുള്ള ടീസറാണ്. അപ്പോൾ ഈ സംഭവം രാവിലെ കണ്ട് വന്നതാണ്. പിന്നെ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇപ്പോഴാണ് കാണാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ സംഭവം എന്തായാലും ഞാൻ ഇപ്പോഴാണ് കാണാൻ പോകുന്നത്. എന്തോന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ ടോക്സിക്കിൻ്റെ ഒരു പ്രിവ്യൂ പോലത്തെ ഒരു സംഭവം വന്നായിരുന്നു. അതിൽ പക്ഷേ കുറച്ച് കണ്ടന്റിൻ്റെ എന്തൊക്കെ ചെറിയ ഒരു ഇതുണ്ടായത് കൊണ്ട് ഞാനിത് റിയാക്ഷൻ ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ വന്നേക്കുന്ന സാധനം എനിക്ക് തോന്നുന്നു എന്തോ ഇനി ഇതിനകത്ത് കാണിക്കുന്നതെന്ന് എനിക്കറിയാൻ പറയാൻ പറ്റത്തില്ല. എന്നാലും ഒന്ന് ടീസർ ഒന്ന് റിയാക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ടീസർ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ കാണിക്കുമായിരിക്കും. അതുമല്ല ഇത് ടോക്സിക്കാണ് സംഭവം, എന്തോ നമുക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പം ഗീതു മോഹൻദാസ് ഫിലിം, എന്നിട്ട് നമ്മുടെ അണ്ണൻ്റെ പടമാണ്. അതായത് റോക്കി ബായിയുടെ യാഷിൻ്റെ സിനിമയാണ്. അപ്പോൾ KGF ശേഷം യാഷിൻ്റെ ഭയങ്കര ഒരു പടമാണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എന്തായാലും ടീസർ ഒന്ന് ഞാൻ കണ്ടു പോകട്ടെ. മലയാളം ടീസറാണ് കാണുന്നത്. ഓ ഓ ഇതോടാ ഇത് ചൈനയോ? പ്രഭാസിന്റെ വിട്ട് മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസ്. അയ്യോ എന്തോ ഗൈസ്, ഇത് ഭയങ്കര ഫ്രെയിം കേട്ടോ. വിഷയം നമ്മുടെ ട്രെയിനൊക്കെ നിന്നിരിക്കുന്ന കണ്ടോ. ഓ ആറാ പ്രഭാസിന്റെ വിട്ട്. അതാ വരുന്നത്. ഓ ആനേ VFX ഒക്കെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഓ എന്തൊരു മ്യൂസിക്കാടാ ഇത്. പേടി വരുന്നു കണ്ടിട്ട്. ഓ ഇറ്റ്സ് ഓവർ. ഓ ടാറ്റു ഒക്കെ. ഓ ഇവിടെ പുള്ളിയുടെ നോട്ട് നോക്കിയേ. വിഷയം ഇത് എന്തൊരു പാടാന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഭയങ്കര കാണുമ്പോൾ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും വയലൻസ് നല്ലതായിട്ടുണ്ട് കേട്ടോ. ടോക്സിക് എന്നുള്ള ആ ഒരു പേര് നല്ലതായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. കാരണം ടോക്സിക് എന്നുള്ള ആ ഒരു പേരിനെ പക്ക നീതി പുലർത്തിയിട്ടുണ്ട് ഗീതു മോഹൻദാസ്. പിന്നെ ഇതിന്റെ പുറകെ വർക്ക് ചെയ്തേക്കുന്ന ആൾക്കാർ, VFX, ഇതിന്റെ എഡിറ്റർ, ഇതിന്റെ സൗണ്ട് ഡിസൈനിങ് റവി ബസൂർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായ, എന്നാലും പുള്ളി എനിക്ക് തോന്നുന്നു KGF ആ ഒരു മ്യൂസിക് അല്ല കേട്ടോ ഇതിൽ കൊടുത്തേക്കുന്നത്. ഇത് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഭയങ്കര വൾഗറായിട്ടുള്ള മ്യൂസിക്കാന്ന് തോന്നുന്നു. കണ്ടുപോകാം. ഓ അറക്കുവാണല്ലോ ഗീതു മോഹൻദാസ് ഫിലിം. ഓ റോക്കിംഗ് സ്റ്റാർ യാഷ്. മാനേഴ്സ് എന്തുവാ ടോക്സിക് കഴിഞ്ഞ എത്രയേ ഉള്ളൂ? കഴിഞ്ഞില്ലേ? ഓ ഇതൊരു മ്യൂസിക് ആണോ അത്. ഓ ഓരേ ഓ ഡാഡി. ഓക്കെ, മാർച്ച് 3-ാം തീയതിയാണ്. സോറി, മാർച്ച് 19-ാം തീയതിയാണ്. അയ്യോ അതെന്തുവാടാ മരം മുറിക്കുന്ന സാധനം വെച്ച് അറക്കുന്ന. നല്ലതായിട്ട് ടീസറിൽ തന്നെ ഇത്ര കാണിക്കുന്നു. എൻ്റെ മോനെ. അപ്പോൾ സിനിമയിൽ എന്തോ ആയിരിക്കും. ഭയങ്കര ടോക്സിക് കേട്ടോ. ടോക്സിക് എന്ന് വെച്ചാൽ ഭയങ്കര വയലൻസ്. ഇതിപ്പം ഗൈസ് വയലൻസ് പടങ്ങൾ കൂടിക്കൂടി വരുവാണ്. കാരണം വയലൻസിന്റെ നമുക്കൊരു ഇന്ത്യൻ സിനിമയിൽ കോമ്പറ്റീഷനാണെന്ന് തോന്നുന്നു. ഇത് വിഷയമാട്ടോ. ഇത് KGF തൊട്ടുള്ള പരിപാടിയൊന്നും അല്ല. ഇത് അതുക്കും മേലെയാണ് യാഷി ചെയ്ത് വെച്ചതെന്ന് തോന്നുന്നു. നല്ലതായിട്ട് പണി എടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ ഒരു ഫീമെയിൽ ഡയറക്ടർ ഭയങ്കരമായിട്ടൊക്കെ സിനിമ മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോഴാണ് കാണുന്നതെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഗൈസ് പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ആക്ടറിന്റെ, അതായത് നമ്മുടെ യാഷിന്റെ അണ്ണന്റെ ഈ ഓറാന്ന് വെച്ച ഒരു പീക്ക് ലെവലാണ്.
കാരണം പുള്ളി KGF കഴിഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചായിരിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. പുള്ളിയുടെ അതിന് മുന്നുള്ള ഒരു സിനിമയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. KGF 1 ഉം 2 മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മുടെ മനസ്സിൽ കയറിയതാണ് ഇയാളുടെ ഒരു ക്യാരക്ടർ. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഇതിനകത്തൂടെ വന്നപ്പോൾ പുള്ളി വരുന്നതിൻ്റെ ഒരു സ്റ്റൈലും അതൊക്കെ കാണുമ്പോഴേ ആ ഒരു ഓറ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം മനസ്സിൽ. പിന്നെ ഇതിലിച്ചിരി വ്യത്യാസമാട്ടോ. ഇതിലിച്ചിരി മുടിയൊക്കെ വെട്ടി വേറെ ലുക്കിലൊക്കെ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ടാറ്റു ഒക്കെ അടിച്ച് പുറത്തൊക്കെ. ഇത് വേറെ വിഷയം സാധനം. എൻ്റെ മോനെ അതെന്തോ ഞാൻ കണ്ടത്. അപ്പോൾ അപ്പോൾ നമുക്ക് എന്തായാലും സിനിമ കാണാം. ഇനി ഇതിൻ്റെ ട്രെയിലർ ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇത്രയും കാണിച്ചാൽ മതി. ഇത്ര തന്നെ കണ്ടപ്പോൾ തന്നെ വയറ് നിറഞ്ഞ് ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ റിയാക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ട് ഈ ടീസർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് കമൻറ്റ് ചെയ്യുക. ഗൈസ് അന്ന് തന്നെയാണ് ആട് 3 ദുരന്തറിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നാൽ വരുന്നത്. മൊത്തം കൂടി ഒരു പാക്കേജായിട്ട് വരുവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും 1, 2, 3 എന്ന് വെച്ച് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ആട് 3 എന്നൊക്കെ പെട്ടെന്ന് കാണണം. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. വലിയ പ്രതീക്ഷയൊന്നും വെക്കുന്നില്ല. എന്നാലും അതിനകത്ത് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മലയാളിയല്ലേ, നമ്മുടെ ഷാജി പാപ്പനെയൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ആദ്യമേ ആട് 3 തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ ആട് 3 എന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ കുറച്ച് വയലൻസ് ഇട്ടു കുറച്ച് ആടി പീഡിയൊക്കെ കാണാം. അതിനെ പറ്റിയുള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പക്ക 18+ അല്ല, ഇത് 22+ ആണ് കേട്ടോ. കാരണം അത്രയ്ക്കും ഭയങ്കര കണ്ടന്റ് ആണിത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടോ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇസ് മീ രാഹുൽ മനോജ്, ആക്ഷൻ ഡ്യൂട്ടി സൈനിങ് ഔട്ട്. ബൈ. അടുത്ത വീഡിയോ വരാം. ബൈ.